ഹലോ ഗെയ്സ്, നമസ്കാരം. ഞാൻ ഇന്നൊരു പുതിയ ഐറ്റമായിട്ട് വന്നിരിക്കുകയാണ്. ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കാം. ചേമ്പുണ്ടല്ലോ, ചേമ്പിൻ്റെ തടയാണിത്. അതിൻ്റെ ചേമ്പിൻ്റെ തടയുടെ ഏറ്റവും മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മെഴുക്കുവരട്ടി റെഡിയാക്കാൻ പോവുകയാണ്. അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ലപോലെ. ഇനി ഒരു 2 പച്ചമുളകുണ്ട്, ചെറുള്ളിയും ഒരു സബോളയും കൂടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കടുകിടാം. അപ്പോൾ കടുക് ഗെയ്സ് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി ചെറുള്ളി നമ്മുടെ ചെറുള്ളി ഇടാം. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. പാതി ഇളക്കി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ ചേമ്പിൻ്റെ തടയുണ്ട്, അത് മുറിച്ചെടുത്തുണ്ട്. അത് നമ്മളിത് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ അല്പം ഉപ്പ് കൂടി ഇടാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. അപ്പോൾ ഗെയ്സ് നമുക്കിത് നന്നായിട്ടൊന്ന് ആവി നല്ലപോലെ കയറി വേകട്ടെ. അതുവരെ നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഗെയ്സ് നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുകളിലേക്ക് ഞാൻ 5-6 കറിവേപ്പില തണ്ടിട്ടിട്ടുണ്ട്. അതും ഒരു ശകലം വെളിച്ചെണ്ണ കൂടെ നമുക്ക് മണ്ടയിലോട്ടൊന്ന് ഒഴിച്ച് റെഡിയാക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് എടുക്കാം. ചമ്മന്തിയും ഒരു മീൻ വറുത്തതും ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഗെയ്സ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ആ തട നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഗെയ്സ്, ഇതാണ് ആ തട. ഞാൻ പറഞ്ഞില്ലേ, ചേമ്പിൻ്റെ തട എന്ന് പറയുന്നത് ഈ സംഭവമാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഇത്രയും ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. താഴോട്ടല്ല, മുകളിലോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഭാഗമാണ് നമ്മൾ മെഴുക്കുവരട്ടിക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ ശരി, ഓക്കെ, ബൈ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.